ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. ഇന്ന് നമ്മൾ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതും ഒരു കായ ബജിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കായ കൊണ്ട് എങ്ങനെയാണ് സിമ്പിളായിട്ട് വീട്ടിൽ കായ ബജി ഉണ്ടാക്കുകയെന്ന് കണ്ടാലോ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ ബജി ഉണ്ടാക്കുന്നതിനായിട്ട് 4 ചെറിയ കായ എടുത്തിട്ടുണ്ട്. പൊണ്ണൻ കായ, പൊന്തൻ കായ, ബജിക്കായ എന്നൊക്കെ പറയുന്ന കായ ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിനെ രണ്ടറ്റൊന്ന് നന്നായിട്ട് മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബജിയുടെ പാകത്തിന് നീളത്തിൽ ഇതിനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. കുറച്ച് നേരം നമ്മളിതിനെ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ സാധാരണ കായയുടെ കറ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ വെള്ളത്തിലോ അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലോ ഇട്ട് വെക്കാറില്ലേ, അതുപോലെ തന്നെ ഇതിനെ വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് മുക്കി വയ്ക്കുന്നുണ്ട്. നോക്കൂ, നല്ല സ്ലൈസസ് ആയിട്ട് കായനെ മുറിച്ചെടുത്തത് ഇതുപോലെയാണ് മുറിച്ചെടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് വെക്കാം. പക്ഷേ ഞാനിവിടെ ഇടാത്തതെന്ന് വെച്ചാൽ നമ്മുടെ കായയ്ക്ക് ഉണ്ടല്ലോ, ആ വെളുത്ത നിറത്തിൽ മഞ്ഞ നിറം പിടിക്കും. സാധാരണ നമ്മുടെ ബജിയുടെ അകത്ത് കായ വെളുത്താണല്ലോ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് വേണ്ട മാവ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഇവിടെ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. കടലമാവ് ആണ് പൊതുവേ എല്ലാ ബജികൾക്കും നമ്മൾ ഉപയോഗിക്കാറ്. ഇനി ഇതിലൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയോ കാശ്മീരി മുളക് പൊടിയോ ഉപയോഗിക്കാം. ഞാനിവിടെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ബജികളുടെ വില്ലനായിട്ടുള്ള കായം പൊടി നമ്മളിതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം കായം പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു വിസ്ക് ഉപയോഗിച്ചു എന്ന് മാത്രം. നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്താൽ തന്നെ മതിയായിരിക്കും. ഇനി നമ്മൾ ആവശ്യത്തിന് കുറേശ്ശെ മാത്രം വെള്ളം ചേർത്തിട്ട് നമ്മുടെ ബജിയുടെ മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമ്മൾ ആക്കിയെടുക്കുകയാണേ. അപ്പോൾ എപ്പോഴും കുറേശ്ശെ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ അയവ് കറക്റ്റായിട്ടുണ്ട്. ഇനി നമ്മൾ അവസാനമായിട്ട് ഇതിലേക്ക് ഒരു നുള്ള് നമ്മുടെ ബേക്കിംഗ് സോഡ ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പ സോഡ അഥവാ സോഡാപ്പൊടി ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു നുള്ള് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബജിക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. മാവ് റെഡി, കായ റെഡി. ഇനി എന്താ നമുക്ക് ചെയ്യണ്ടേ? വറുത്തെടുക്കുക. ഞാനിവിടെ നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കായ നോക്കൂ. വെള്ളത്തിൽ നിന്ന് കുറച്ച് നേരം വാർത്തി വെച്ച കായകളാണ്. ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മുടെ എണ്ണയൊന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കായകളെയും മാവിൽ ഇതുപോലെ മുക്കി നന്നായിട്ട് കുടഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ നമ്മുടെ എണ്ണയിൽ ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കായ എപ്പോഴും പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ എണ്ണ നല്ല ചൂട് കാരണം നമ്മുടെ കൈ പൊള്ളും. മാവിൽ നല്ലോണം മുക്കിയതിന് ശേഷം നല്ലൊന്ന് കുടഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ കായ ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ നിറയെ വാല് പോലെയൊക്കെ മാവ് നമ്മുടെ ബജിയുടെ ചുറ്റും ഇങ്ങനെ പൊങ്ങി പിടിച്ച് നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ 3 എണ്ണമാണ് ഞാൻ ആദ്യത്തെ ഒരു ബാച്ചിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഒരു ഭാഗം അത്യാവശ്യം നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബജികളെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നോക്കൂ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതാ ഇതുപോലെ ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ പുറത്ത് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ രുചിയിൽ നമ്മുടെ വീട്ടിൽ തന്നെ വിശ്വസിച്ച് നമുക്ക് എണ്ണക്കടികളോ ബജികളൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഭാഗം കൂടെ അത്യാവശ്യം നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതേപോലെ ഇപ്പോൾ എണ്ണയിൽ നിന്ന് നമ്മുടെ ബജികളെ കോരി മാറ്റാൻ പോവുകയാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബജികളും കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ വ്യത്യസ്തമാർന്ന വീഡിയോകൾക്കായി കാത്തിരിക്കൂ.